നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC LGS എന്നോ LDC എന്നോ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എന്നോ ഇല്ലാതെ ഏതൊരു PSC എക്സാമിനും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപടങ്ങൾ എന്നുള്ള മേഖലയിൽ നിന്നുള്ള അച്ചുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നോക്കാം ഭൂപടങ്ങളെ പറ്റി. എന്തേ പറ്റി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഭൂപടങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് ഈസ്റ്റിംഗ് എന്നുള്ളത്. പഠിച്ചു വെച്ചോളണം, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക എന്താണ് ഈസ്റ്റിംഗ് എന്നുള്ളത്. വലിയ തോത് ഭൂപടങ്ങളിൽ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? വലിയ തോത് ഭൂപടങ്ങളിലെ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവന്മാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. കേട്ടിരുന്നാ മതി, എല്ലാം വിശദമായിട്ട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഒരു ഭൂപടത്തിന്റെ സവിശേഷതകൾ തൊട്ട് ഇടതുവശത്തായുള്ള മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കേണ്ടത്. ഒരു ഭൂപടത്തിന്റെ സവിശേഷതകൾ തൊട്ട് ഇടതുവശത്തായുള്ള, അല്ലെങ്കിൽ ആ സവിശേഷതകളുടെ തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈസ്റ്റിംഗ് മൂല്യമാണ് സ്ഥാനം നിർണയിക്കുന്നതിന് പരിഗണിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യമായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണ്? വലിയ തോത് ഭൂപടങ്ങളിൽ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെയാണ് ഈസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഈസ്റ്റിംഗ് രേഖ വരച്ചിട്ടുണ്ട്. കാണാലോ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു ഈസ്റ്റിംഗ് രേഖ വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്റെ ഡയറക്ഷൻ എപ്പോഴും മുകളിൽ എന്തായിരിക്കും? ഇവിടെ വടക്ക്, നോർത്ത് ആയിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത്, അല്ലെങ്കിൽ എന്താണ്? തെക്കായിരിക്കും. അതുപോലെ തന്നെ ഈ സൈഡ് എന്താണ്? വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ്. ഇവിടെ എന്താണ്? കിഴക്കാണ്, ഈസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ഡൗട്ടും ഇല്ലേ സുഹൃത്തുക്കൾക്ക്? സെറ്റ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വടക്ക് നിന്ന് തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെന്നാണ്. നോക്കൂ, മുകളിലോട്ടല്ലേ വടക്ക് കിടക്കുന്നത്? അപ്പൊ നോർത്ത് മുകളിൽ കിടക്കുന്നു, വടക്ക് മേളിൽ കിടക്കുന്നു. താഴെ ആരാ കിടക്കുന്ന സുഹൃത്തുക്കളെ? അവിടെ തെക്ക്, സൗത്ത് അല്ലേ കിടക്കുന്നത്? അപ്പോ വടക്ക് നിന്നും തെക്കായിട്ട് വരച്ചിരിക്കുന്നുണ്ടോ? വടക്ക് നിന്നും തെക്കായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് രേഖകൾ ഇങ്ങനെ പോയിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിംഗ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ലൈൻ എന്താ പറയുക? ഈസ്റ്റിംഗ് ലൈൻ എത്രയായിരുന്നു? 15 ആയിരുന്നു. അതിന്റെ തൊട്ടടുത്ത് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? 16 ആയി. അതിന്റെ തൊട്ടടുത്തേക്ക് 17 ആയി. അതിന്റെ തൊട്ടടുത്തേക്ക് എന്ത് ചെയ്തു? 18 ആയി. അതിന്റെ അർത്ഥം എന്താണ്? ഈസ്റ്റിലേക്ക് നോക്കി ഈ രേഖകൾ പോകും തോറും, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ കിടക്കുന്നത്? കണ്ടോ, ഈസ്റ്റ് കിടക്കുന്നത് കണ്ടോ? ഈസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കിഴക്കിലേക്ക് നീങ്ങും തോറും, അല്ലെങ്കിൽ കിഴക്കോട്ട് നീങ്ങും തോറും എന്ത് സംഭവിക്കും? ഈസ്റ്റിംഗ് രേഖയുടെ നമ്പർ അല്ലെങ്കിൽ മൂല്യം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 15 ആരംഭിച്ചു, അടുത്ത ലൈൻ എന്താണ്? 16 ആയി. അതിന്റെ അടുത്ത ലൈൻ എന്താണ്? 17 ആയി. അതിന്റെ ലൈൻ എന്തായി? 18 ആയി. അപ്പോ ഇങ്ങനെ ഈസ്റ്റിലോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള രേഖകളുടെ മൂല്യം എന്ത് ചെയ്യും? കൂടി വരും. ഇപ്പോ കൺഫേം ആയല്ലോ? ഇപ്പോ സുഹൃത്തുക്കളുടെ കൺഫ്യൂഷൻ മാറിയല്ലോ? ഇനി മൂന്നാമത് പറഞ്ഞ പോയിന്റ് ആണ് ഇതിൽ ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഗ്രാമത്തിന്റെ ഒരു ഈസ്റ്റിംഗ് രേഖയാണ് ഞാൻ ഈ വരച്ചു വെച്ചത്. ഈ എന്റെ ഗ്രാമത്തിലെ ഒരു ഈസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭൂപടമാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത് സുഹൃത്തുക്കൾ കരുതുക. അപ്പൊ ആ ഭൂപടത്തിലുള്ള ഈസ്റ്റിംഗ് രേഖകൾ ഞാൻ വലുതാക്കി സൂം ചെയ്ത് വെച്ചേക്കാണെന്ന് കരുതുക. ആ ഈസ്റ്റിംഗിന്റെ ആ ഭൂപടത്തില് ഒരു പ്രദേശത്ത് ഒരു ജലാശയമുണ്ട് എന്ന് കരുതുക. ഒരു ജലാശയമുണ്ട് എന്ന് കരുതുക. ആ ജലാശയം ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ആ ജലാശയം ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതൊരു ജലാശയമാണ്. ഓക്കെ ആണ്, കൺഫേം ആണ്. ഇനി എന്താ പറഞ്ഞത്? ഈ ജലാശയത്തിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ, എന്റെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി വരുന്നു. ആ വ്യക്തിക്ക് ഈ ജലാശയം എവിടെയാണ് എന്ന് മാപ്പ് നോക്കി, അല്ലെങ്കിൽ ഭൂപടം നോക്കി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, ആ ജലാശയത്തിന്റെ ഏറ്റവും ഇടതുവശത്തായിട്ടുള്ളത്, ആ ഇടതുവശം എന്ന് പറയുമ്പോൾ ഈ 16, 17 രണ്ട് ഈസ്റ്റിംഗ് രേഖകൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് 16 ആണ് ഇടതുവശത്ത് കിടക്കുന്നത്. അപ്പോ ഇടതുവശത്ത് വരുന്ന ഈസ്റ്റിംഗ് രേഖയുടെ മൂല്യമാണ് സ്ഥാനം നിർണയിക്കാനായിട്ട് പരിഗണിക്കേണ്ടത്. മനസ്സിലായോ സുഹൃത്തുക്കൾക്ക്? അപ്പോ ഈസ്റ്റിംഗ് രേഖ ഇങ്ങനെ പോയിരിക്കുന്നു. അവിടെ ഞാനൊരു ജലാശയം എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. എന്റെ ഒരു സുഹൃത്തിന് ഈ ജലാശയം എവിടെയാണെന്ന് ഭൂപടത്തിൽ നോക്കി മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ആ ജലാശയത്തിന് തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈസ്റ്റിംഗ് രേഖയുടെ മൂല്യമായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം, ആ 16 എന്ന് പറയുന്ന ഏരിയയിൽ എവിടെയോ ആണ് എന്തെന്ന് പറയുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ജലാശയം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കുമ്പോൾ മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. വടക്ക് തെക്കുവായി വരയ്ക്കുന്ന ചുവന്ന രേഖയാണ് ഈസ്റ്റിംഗ് എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ കിഴക്ക് ദിശയിലേക്ക് പോകും തോറും ഈസ്റ്റിംഗിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടി വരുന്നു എന്നൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മൂന്നാമത്തെ പോയിന്റ്
പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള 2 പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നാണ് നോർത്തിങ്സ്. നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാം, ഈസിയാണ്. എന്താണ് നോർത്തിങ്സ് എന്നുള്ളത്? വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്ന് അറിയപ്പെടുന്നു. വലിയ തോത് ഭൂപടങ്ങളിലെ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്ന പേരാണ് നോർത്തിങ്സ്. നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. നോർത്തിങ്സിന്റെ മൂല്യം എങ്ങനെയാ സുഹൃത്തുക്കളെ? വടക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരും. ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സ് മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കേണ്ടത്. ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സ് മൂല്യമാണ് സ്ഥാനം നിർണ്ണയിക്കാൻ പരിഗണിക്കേണ്ടത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അവനെ അങ്ങ് പഠിച്ചു കളയാം. ആദ്യം തന്നെ ചെയ്തത് എന്താണ്? ഞാൻ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. എപ്പോഴും അറിയാം, നോർത്ത് മുകളില് നേരത്തെ പറഞ്ഞ കണക്ക് സൗത്ത്, ഇവിടെ എന്താണ് വെസ്റ്റ്, ഈ സൈഡ് എന്താണ് ഈസ്റ്റ്. ഓക്കെ ആയല്ലോ. ഡയറക്ഷൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ അറിയാലോ. നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. എല്ലാ ഭൂപടങ്ങളിലായാലും ഇങ്ങനെ തന്നെയാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു നിന്നും പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്നറിയപ്പെടുന്നു. കണ്ടോ കിടക്കുന്നത്? കിഴക്ക് എവിടെയാ സുഹൃത്തുക്കളെ? കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ്, വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ്, പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്. അപ്പോ പടിഞ്ഞാറ് നിന്നും അല്ലെങ്കിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുന്നു. കിഴക്ക് നിന്നും കണ്ടോ പടിഞ്ഞാറേക്ക് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുന്നു. ഇത്തരം രേഖകളെ അറിയപ്പെടുന്ന പേരാണ് നോർത്തിങ്സ് എന്ന്. അപ്പോ വലിയ തോത് ഭൂപടങ്ങളിലെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവന്മാരെ വിളിക്കുന്ന പേരാണ് നോർത്തിങ്സ് രേഖകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോർത്തിങ്ങിന്റെ മൂല്യം വടക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. വടക്ക് ദിശ എങ്ങോട്ടാ സുഹൃത്തുക്കളെ? മുകളിലോട്ടാണ് അല്ലെ? വടക്ക് ദിശ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഏറ്റവും താഴെ വരച്ച രേഖ എത്രയായിരുന്നു? 75 ആയിരുന്നു. അതിന് മുകളിലോട്ട് വരച്ച രേഖ 76 ആയി. പിന്നെ അതിന് മുകളിലേക്ക് വരച്ചപ്പോൾ അത് 77 ആയി. പിന്നെ അതിന് മുകളിലേക്ക് വരച്ചപ്പോൾ 78 ആയി. അതിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഈ നോർത്തിങ് എന്ന് പറയുന്ന രേഖ തെക്കു നിന്ന് മുകളിലേക്ക് പോകും തോറും, തെക്ക് നിന്ന് മുകളിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? വടക്കോട്ടാ പോകുന്നത്. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? സൗത്ത് അല്ലെങ്കിൽ തെക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്ത് എന്ന് പറയുന്ന വടക്ക് എവിടെയാണ്? ഏറ്റവും മുകളിലാണ്. അപ്പോൾ സുഹൃത്തുക്കൾ നോക്കിയേ, താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും തോറും ആ നോർത്തിങ്ങിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നു. ആ രേഖയുടെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നത് നമുക്ക് ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോ ആ കൺഫ്യൂഷൻ നമ്മൾ അവിടെ ക്ലിയർ ചെയ്തു. ഇനി മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്ങിന്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ എന്റെ ഗ്രാമത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നേരത്തെ നമ്മളൊരു ജലാശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ നമ്മൾ പറയുന്നു നമ്മുടെ ഗ്രാമത്തില് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് എന്ന് കരുതുക. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് എന്ന് കരുതുക. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എന്റെ സുഹൃത്തിന് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൻ എന്ത് ചെയ്തു? എന്റെ ഗ്രാമത്തിലെ ഭൂപടം എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്താ ചെയ്യുക? അവന്റെ അടുത്ത് പറയുവാണ്, എന്നിട്ട് അവനോട് പറയുവാണ്, നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ടു താഴെയായി വരുന്ന അല്ലെങ്കിൽ തൊട്ടു തെക്കായി വരുന്ന, തെക്കെന്ന് പറഞ്ഞാൽ നേരെ താഴെ അല്ലേ സുഹൃത്തുക്കളെ? തൊട്ടു താഴെ അല്ലെങ്കിൽ തൊട്ടു തെക്കായിട്ട് വരുന്ന നോർത്തിങ്ങിന്റെ മൂല്യമായിരിക്കണം നീ നോക്കേണ്ടത്. അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത്? ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്റെ ഗ്രാമത്തിൽ എവിടെയാണ് എന്നുള്ളത് നീ കണ്ടെത്തേണ്ടത് എന്നങ്ങ് സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ നോർത്തിങ് ആണോ? അങ്ങനെയുണ്ടെങ്കിൽ എവിടെയാ നമ്മൾ ഒരു പ്രദേശം എങ്ങനെയാ നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ഏത് പ്രദേശത്താണോ പോവേണ്ടത് ആ പ്രദേശത്തിന്റെ തൊട്ടു താഴെയായി വരുന്ന അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തൊട്ടു തെക്കായിട്ട് വരുന്ന നോർത്തിങ്ങിന്റെ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന്റെ ലൊക്കേഷൻ മനസ്സിലാവും. വെറും നോർത്തിങ് വെച്ച് മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ നോർത്തിങ്ങും ഈസ്റ്റിങ്ങും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അതൊരു ഗ്രിഡ് ലൈൻ ആവും. അപ്പോൾ ഈസ്റ്റിങ്ങിന്റെ ഇടതുവശവും നോക്കുന്നു, നോർത്തിങ്ങിന് താഴെയായിട്ട് നോക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ആ പ്രദേശത്തിന്റെ ലൊക്കേഷൻ എന്താണ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ പഠിച്ചത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പഠിച്ച് കൺഫ്യൂഷൻ ആക്കണമെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങ് വിട്ടേക്കുക. ആദ്യത്തെ 2 പോയിന്റ് വ്യക്തമായി
നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്നും അതുപോലെ തന്നെ നോർത്തിങ്സിന്റെ മൂല്യം അല്ലെങ്കിൽ അവന്റെ വാല്യൂ എന്ന് പറയുന്നത് വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഈ 2 പോയിന്റ് എങ്കിലും വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഭൂപടങ്ങളുടെ ഉയരം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സാധനമാണല്ലേ, അല്ലെങ്കിൽ ദ്വിമാന രൂപത്തിലുള്ള ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹൈറ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു വലിയൊരു മലയുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ വലിയൊരു കുഴിയുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു താഴ്വരയുണ്ട് എന്ന് കരുതുക. ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഭൂപടത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു 3D രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ അത്തരം കാര്യങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഭൂപടം നോക്കുമ്പോൾ ഒരു മലയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ഭൂപ്രദേശം ഉണ്ടെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഐഡിയകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളതാണ് കോണ്ടൂർ രേഖകൾ. എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒന്നുകൂടി പറയാം, എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും, നമ്മുടെ സമുദ്രത്തിന്റെ നിരപ്പെടുക്കുന്നു, അവിടെ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ചിത്രത്തിലേക്ക് നോക്കുക സുഹൃത്തുക്കളെ, സാങ്കല്പിക രേഖകൾ വരച്ചിരിക്കുന്നുണ്ടോ? ആ താഴെ കൊടുത്തിരിക്കുന്ന ആ മലനിരകളുടെ അല്ലെങ്കിൽ ആ താഴ്വരയുടെ കൃത്യമായിട്ടുള്ള സാങ്കല്പിക കോണ്ടൂർ രേഖകളാണ് ആ മുകളിൽ വരച്ചിരിക്കുന്നത്. അപ്പോ ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിച്ച് രേഖ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളെയെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരം ഉള്ളവയായി കണക്കാക്കുന്നു. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള പ്രദേശമായി കണക്കാക്കുന്നു. ഓരോ കോണ്ടൂർ രേഖകൾക്കൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ അല്ലെങ്കിൽ കോണ്ടൂർ വാല്യൂ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പോ ചുമ്മാ കോണ്ടൂർ രേഖ വരച്ചു വെച്ചാൽ നമുക്ക് അവയുടെ ഉയരം മനസ്സിലാവോ? ഇല്ല. കാരണം എന്താണ്, എല്ലാ കോണ്ടൂർ രേഖകളും കടന്നു പോകുന്ന, വെറുതെ ഒരു കോണ്ടൂർ രേഖ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പ്രദേശത്തിന് ഉയരം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കോണ്ടൂർ രേഖ വരയ്ക്കുന്നതിന് ഒപ്പം തന്നെ എന്തും കൂടെ ചെയ്തു കൊടുക്കും സുഹൃത്തുക്കളെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ആ പ്രദേശത്തിന്റെ ഉയരവും കൂടെ എന്ത് ചെയ്യും, ഈ കോണ്ടൂർ രേഖയിൽ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനകത്ത് കാണാം കേട്ടോ, 100 മീറ്റർ, 400 മീറ്റർ, 300 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. ഇവയെ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്നുള്ളത്. കൂടി പറയാം, ഓരോ കോണ്ടൂർ രേഖകൾക്കൊപ്പവും സമുദ്രത്തിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അടുത്തടുത്തായി കാണുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിന് കുത്തനെയുള്ള ചരിവിനെ സൂചിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അടുത്തടുത്തായുള്ള കോണ്ടൂർ രേഖകൾ ഒരു ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചരിവിനെ സൂചിപ്പിക്കുന്നു. അകന്നകന്നു കാണുന്ന കോണ്ടൂർ രേഖകൾ ആ പ്രദേശത്തിന്റെ ചെറിയ ചരിവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, കോണ്ടൂർ രേഖകള് അടുത്തടുത്താണ് വരുന്നതെങ്കിൽ, ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ, ആ മലമ്പ്രദേശം വന്നപ്പോഴേക്കും കോണ്ടൂർ രേഖകൾ എന്ത് ചെയ്തു, അടുത്തടുത്ത് വന്നു. അപ്പോ അടുത്തടുത്ത് കോണ്ടൂർ രേഖകൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശം എങ്ങനെയുള്ളതായിരിക്കും, കുത്തനെ ചരിവോട് കൂടിയ പ്രദേശമായിരിക്കും. എന്നാൽ അല്പം മാറിയിട്ട് എന്താ, നമ്മുടെ ഈ സമതല പ്രദേശത്തിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചരിവിന് കുറവുള്ള പ്രദേശത്ത് വരുമ്പോഴേക്കും കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തടുത്തായി കോണ്ടൂർ രേഖകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് കുത്തനെയുള്ള ചരിവും, അകന്നകന്നായി കോണ്ടൂർ രേഖകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് എന്താണ്, ചരിവ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവ ഏകദേശം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും, സമതല പ്രദേശമാണെന്ന് പറയാൻ കഴിയും. അടുത്തതായി പഠിക്കേണ്ടതാണ് കോണ്ടൂർ രേഖകളുടെ പ്രധാനപ്പെട്ട ഉപയോഗത്തെ പറ്റി. കോണ്ടൂർ രേഖകളുടെ പ്രധാന ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഭൂപടത്തിൽ ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം കണ്ടെത്താനും കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നു. ഒരു ഭൂപടത്തില് ഒരു പ്രദേശത്തിന്റെ ഉയരം കണ്ടെത്താനായിട്ട് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഒരു ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഭൂപടത്തിലുള്ള പ്രദേശത്തിന്റെ ആകൃതി മനസ്സിലാക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഇത് മൂന്നും ആ ചിത്രത്തില് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ഉയരം എത്രയെന്ന് കണ്ടെത്തുവാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം.
ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ചരിവത്യ സ്വഭാവം കണ്ടെത്താൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഭൂപടത്തിലുള്ള പ്രദേശത്തിന്റെ ആകൃതി മനസ്സിലാക്കുവാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. അടുത്തതാണ് എന്താണ് കോണ്ടൂർ ഇടവേളകൾ എന്നുള്ളത്. ഒരു ധാരാതലീയ ഭൂപടത്തിൽ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിൽ ലംബമായ ദൂരത്തെയോ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തെയോ കോണ്ടൂർ ഇടവേളകൾ എന്ന് അറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? ഒരു ധാരാതലീയ ഭൂപടത്തിലെ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ലംബമായിട്ടുള്ള ദൂരത്തെയോ അല്ലെങ്കിൽ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തെയോ കോണ്ടൂർ ഇടവേളകൾ എന്നറിയപ്പെടുന്നു. അതായത് ഇങ്ങനെ ഒരു കോണ്ടൂർ രേഖ ഉണ്ടെന്ന് കരുതുക, അടുത്തൊരു കോണ്ടൂർ രേഖ മറ്റൊരു രീതിയിലുണ്ടെന്ന് കരുതുക. ഈ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ലംബമായിട്ടുള്ള ദൂരമോ അല്ലെങ്കിൽ ഈ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തിലെ വ്യത്യാസത്തെയോ നമ്മൾ കോണ്ടൂർ ഇടവേളകൾ എന്നറിയപ്പെടുന്നു. ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കോണ്ടൂർ ഇടവേളകൾ മാറുന്നു. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് എന്ത് ചെയ്യും? കോണ്ടൂർ ഇടവേളകൾക്ക് എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. 1:50,000 എന്ന തോതിൽ ധാരാതലീയ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആയിരിക്കും. കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. 1:5000 എന്നുള്ള തോതില് ഒരു ധാരാതലീയ ഭൂപടം നിർമ്മിച്ചിരിക്കുകയാണെന്ന് കരുതുക. ആ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള എപ്പോഴും 20 മീറ്റർ ആയിരിക്കും എന്ന് പഠിക്കുക. ഉയരമുള്ള പ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടൂർ ഇടവേളകൾ 100 മീറ്റർ ആയിരിക്കും. ഓർക്കുക, ഉയരമുള്ള പ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടൂറിന്റെ ഇടവേള എത്രയായിരിക്കും? 100 മീറ്റർ ആയിരിക്കും. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ ചെറുതായിരിക്കും. പഠിച്ചു വെച്ചേക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായ പ്രദേശത്താണെങ്കിൽ കോണ്ടൂർ ഇടവേളകൾ വലുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായിട്ടുള്ള പ്രദേശമാണെങ്കിൽ കോണ്ടൂർ ഇടവേളകൾ എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ്, ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കോണ്ടൂർ ഇടവേളകൾക്ക് മാറ്റം വരുന്നു. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ ചെറുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ വലുതായിരിക്കും. ഇത്രയും സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി ഉയരം മനസ്സിലാക്കുന്നതിന് ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ബെഞ്ച് മാർക്ക്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇതിനെ ബെഞ്ച് മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ജലസംഭരണികളിലും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തിനോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. അടുത്തതാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ്. ട്രിഗണോമെട്രിക് സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടു കൂടി ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിനെ ട്രയാങ്കുലേറ്റഡ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്ങനെയാ പറഞ്ഞത്? ട്രിഗണോമെട്രിക് സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടു കൂടി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ്. അടുത്തതായി പഠിക്കേണ്ടതാണ് ഫോം ലൈന്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഫോം ലൈനുകൾ. പഠിച്ചു വെച്ചോളനെ. ഓൾറെഡി UPSC ലെവൽ ചോദിച്ചു കഴിഞ്ഞു. PSC കൃത്യമായി ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പഠിക്കുക. ദുർഘടമായ പ്രദേശങ്ങൾ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെയുള്ള രേഖകളായി ചിത്രീകരിക്കുന്നു. ഇവയെ അറിയപ്പെടുന്ന പേരാണ് ഫോം ലൈനുകൾ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സ്പോട്ട് ഹൈറ്റ്. എന്താ സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന് ഉയരം കണക്കാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്പോട്ട് ഇട്ടിട്ട് ഹൈറ്റ് എഴുതി വെച്ചിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കണക്കാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ സ്പോട്ട് ഹൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റുകൾ രേഖപ്പെടുത്താറുണ്ട്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഡൗട്ട് സുഹൃത്തുക്കൾക്ക് ഉണ്ടാവല്ലേ. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്താറുണ്ട്. അത് സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭൂപടത്തിന്റെ ഉള്ളടക്കത്തിലെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഭൂപടത്തിന്റെ ഉള്ളടക്കത്തിന്റെ
അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തതാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്താ പറഞ്ഞത്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭൗതിക ഭൂപടങ്ങള്. രണ്ടാമത്തതാണ് സാംസ്കാരിക ഭൂപടങ്ങള്. കൃഷി, വ്യവസായം, അതിർത്തി രേഖകൾ എന്നിങ്ങനെ മനുഷ്യനിർമ്മിതമായുള്ള സവിശേഷതകളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം. ഒന്നുകൂടി പറയാം, എന്താണ് സാംസ്കാരിക ഭൂപടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃഷി, വ്യവസായം, അതിർത്തി രേഖകൾ എന്നിങ്ങനെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം. അപ്പോ ആദ്യമായി നമ്മൾ നോക്കാനുള്ളത് ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അവ ഏതെന്ന് നോക്കാം. ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ, കാലാവസ്ഥാ ഭൂപടങ്ങൾ, മണ്ണ് ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപ്രകൃതി, ദിനാവസ്ഥാ ഭൂപടം. ഒന്നുകൂടി പറയാം, ഭൗതിക ഭൂപടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഭൂപടമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഭൂപടങ്ങള്, കാലാവസ്ഥാ ഭൂപടങ്ങള്, മണ്ണ് ഭൂപടങ്ങള്, നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇതെല്ലാം ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം. എന്നാൽ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂപടമാണ്. അതുകൊണ്ട് തന്നെ അതാണ് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം. അപ്പോ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, അതുപോലെ തന്നെ ഭൂവിനിയോഗ ഭൂപടം. ഇത്രയുമാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തതാണ് ധാരാതലീയ ഭൂപടങ്ങൾ. എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഈ ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി കാണിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരം ഭൂപടങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, അവിടെയുള്ള വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ കുറിച്ച് വിശദമായി കാണിക്കുവാൻ കഴിയും. തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ അതീവ സുരക്ഷിതമായുള്ള പ്രദേശങ്ങളും ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിക്കാൻ. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ആർമികളുടെ ഏരിയ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ISRO, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെയെല്ലാം ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അതീവ സുരക്ഷാ പ്രദേശങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഒന്നുകൂടി പറയാം, സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി ഇത്തരം ഭൂപടങ്ങളെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെയും അതീവ സുരക്ഷയുള്ള പ്രദേശങ്ങളെയും ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കള്. അടുത്തതായി നമ്മൾ പറയാനുള്ളത് ധാരാതലീയ ഭൂപടങ്ങൾ എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചു വെച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരവുമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രദേശത്തുള്ള ഭൗതികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ധാരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഒരിക്കലും ധാരാതലീയ ഭൂപടത്തിനകത്ത് ഉൾപ്പെടുത്തൂല കേട്ടോ. പക്ഷേ സൈനിക പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈനിക
സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് ഒന്നും കൂടി പറയുവാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. സുഹൃത്തുക്കൾ പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഒരു ധാരാതലീയ ഭൂപടത്തിന് ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവയെ വിശകലനം ചെയ്യുവാനും കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങളെ കണ്ടെത്തി പഠിക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നഗരാസൂത്രണത്തിന് നമുക്ക് എന്തുപയോഗിക്കാം, അല്ലെങ്കിൽ നഗരാസൂത്രണത്തിന്റെ പ്രവർത്തനത്തിന് നമുക്ക് എന്തുപയോഗിക്കാം, ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. അടുത്തതാണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള എന്താണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ. എന്താണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കാഡസ്ട്രൽ ഭൂപടങ്ങളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടം എന്ന് ചോദിച്ചാൽ അത് കാഡസ്ട്രൽ ഭൂപടമാണ്. കാഡസ്ട്രൽ എന്നതൊരു ഫ്രഞ്ച് പദമാണ്, പഠിച്ചു വെച്ചേക്കുക. കാഡസ്ട്രൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവയെ ഉപയോഗിക്കുന്നു. പഠിച്ചു വെച്ചേക്കുക. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിനും കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും, മറക്കരുത്. കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശം ആരിലായിരിക്കും? ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. ഓൾറെഡി PSC ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം അതുപോലെ എടുത്ത് PSC ചോദിച്ചതാണ്. കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഗ്രാമഭൂപടങ്ങൾ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങളും കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ എന്ന് ചോദിച്ചാൽ അതും കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. ഇനി സംസ്ഥാനങ്ങളുടെ അതിർത്തി മാത്രമല്ല, ഗ്രാമങ്ങളുടെ ആയാലും പഞ്ചായത്തുകളുടെ ആയാലും വില്ലേജുകളുടെ ആയാലും എല്ലാം അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഏത് തന്നെയാണ്? കഡസ്ട്രൽ ഭൂപടം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഭൂപ്രദേശത്തിന്റെ അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ആരാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. പഠിച്ചോളുക. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പ്രദേശത്തിന്റെ എന്താണ് ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. നന്നായിട്ട് പഠിക്കണം ഈ പോയിന്റ്. ഒന്നുകൂടി പറയാം. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കഡസ്ട്രൽ ഭൂപടമാണ്. കഡസ്ട്രൽ ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഗ്രാമഭൂപടങ്ങളും സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങൾ എന്നിവയാണ്. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന സുഹൃത്തുക്കള്. ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് സുരക്ഷിതമായ ഭൂമി ഇടപാടുകൾക്ക് അടിസ്ഥാനം നൽകിക്കൊണ്ട് വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം സ്വീകരിക്കുന്നത് കഡസ്ട്രൽ മാപ്പുകൾ സുപ്രധാനമാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അറിയാം, അവരെന്ത് ചോദിക്കും? കഡസ്ട്രൽ മാപ്പുകൾ സഹായത്തോടു കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് നമ്മുടെ പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രദേശം ഏതാണെന്നുള്ളത് അവരെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോ സുരക്ഷിതമായ ഭൂമി ഇടപാടുകൾക്ക് അടിസ്ഥാനം നൽകിക്കൊണ്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കുന്നതിന് കഡസ്ട്രൽ മാപ്പുകൾ ഉപയോഗിക്കുന്നു. ലാൻഡ് ഫിനാൻസിങ് വസ്തുവിന്റെ മൂല്യം വിലയിരുത്തുന്നതിനും അതനുസരിച്ച് വായ്പകൾ അനുവദിക്കുന്നതിനും ധനകാര്യ
സ്ഥാപനങ്ങളെ ഈ മാപ്പുകൾ സഹായിക്കുന്നു. എങ്ങനെയാണ്? ലാൻഡ് ഫിനാൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നമ്മളൊരു ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ വസ്തു എന്ത് ചെയ്യുന്നു? ഫിനാൻസ് വെക്കുകയാണെന്ന് കരുതുക. ആ വസ്തു നമ്മൾ കൊണ്ടുവന്ന് പണയം വെക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ധനകാര്യ സ്ഥാപനം എന്താ ഉപയോഗിക്കുന്നത്? വന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ നോക്കും. ലൊക്കേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ കഡസ്ട്രൽ മാപ്പ് എന്ത് ചെയ്യും? നോക്കും. ആ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മുടെ വസ്തുവിന്റെ കിടപ്പ്, നമ്മുടെ വസ്തുവിന്റെ മൂല്യം അനുസരിച്ചായിരിക്കും നമുക്ക് എത്ര രൂപയാണ് വായ്പ തരേണ്ടത് എന്ന് ആ ധനകാര്യ സ്ഥാപനം എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. നയവികസനം, നയരൂപീകരണം, നഗരാസൂത്രണം, ഭൂവിനിയോഗ നിയന്ത്രണം എന്നിവയ്ക്കായി സർക്കാർ അധികാരികൾ കഡസ്ട്രിയൽ മാപ്പിംഗ് ഡേറ്റയെ ആശ്രയിക്കുന്നു. എന്തൊക്കെയാണ്? നയരൂപീകരണത്തിന് വേണ്ടി, നഗരാസൂത്രണത്തിന് വേണ്ടിയിട്ട്, ഭൂവിനിയോഗത്തിന്റെ നിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ അധികാരികൾ കഡസ്ട്രിയൽ മാപ്പിംഗ് ഡേറ്റ ആശ്രയിക്കുന്നു. വികസന അവകാശങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട്, വികസന അവകാശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ മാപ്പുകളുടെ പ്രക്രിയയ്ക്ക് സുതാര്യത കൂട്ടുന്നു. അതായത് വികസന ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് ആ വികസന അവകാശങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദർഭത്തില് ഈ മാപ്പുകളുടെ എന്താണ് ആ പ്രക്രിയയ്ക്ക് സുതാര്യത കൂടുതലാക്കുന്നു എന്നും പഠിച്ചു വെക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രോപ്പർട്ടി ടാക്സ് ശേഖരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കഡസ്ട്രിയൽ മാപ്പുകൾ പ്രോപ്പർട്ടി ടാക്സ് കൃത്യമായി വിലയിരുത്താനും ശേഖരിക്കുവാനും സഹായിക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? പ്രോപ്പർട്ടി ടാക്സ് ശേഖരണം എന്ന് വെച്ചാൽ കഡസ്ട്രിയൽ മാപ്പുകൾ പ്രോപ്പർട്ടി ടാക്സ് കൃത്യമായി വിലയിരുത്തുവാനും ശേഖരിക്കുവാനും സഹായിക്കുന്നു. ഇത്രയുമാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടെന്നുള്ളത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് നന്നായിട്ട് പഠിക്കുക. ഇവ എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് സുഹൃത്തുക്കൾ ലഭിച്ചു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ എത്തുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.